വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാസ്റ്റ് മൊമെൻറ്റിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുള്ള ഒരു കുനാഫൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സംഭവം ഇത് ഞാൻ അപ്ലോഡ് ചെയ്യണോ വേണ്ടേന്ന് ഇങ്ങനെ കുറേ ആലോചിച്ച സമയത്താണ് ഞാൻ വിചാരിച്ചത് എപ്പോഴും സക്സസ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇട്ടാൽ പോരല്ലോ, ചെറുതായിട്ടൊന്ന് പാളിപ്പോയ വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ സംഭവം ഇതിൻ്റെ എന്താ പറയുക, ഇൻഗ്രീഡിയൻസിലൊന്നും അല്ല കേട്ടോ. ലാസ്റ്റ് മൊമെൻറ്റിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആലോചിച്ചപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കുനാഫ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നോക്കാം. സംഭവം ഞാൻ 2-3 തവണയൊക്കെ കുനാഫ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാലോ ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ അങ്ങായി പോവുകയും ചെയ്തു. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല, ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുനാഫൻ്റെ ഡോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അധികം തന്നെ ഡോ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ പാനിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഏത് പാനിലാണോ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ച് ഡോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഈ ഒരു രീതിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായ സമയത്ത് നന്നായിട്ട് സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓവറായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ക്രീമിന് അത്രത്തോളം മധുരം ആവശ്യമില്ല, ഒരു ഇളം മധുരം മാത്രം മതി. കാരണം നമ്മളിത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് നേരെ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കോൺഫ്ലവർ അതിലേക്ക് ഒഴിച്ച് അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈവിടാതെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വളരെ തീ സിമ്മിലിട്ടിട്ട് മാത്രമേ നമ്മളിത് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊരു തിക്ക് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. ഒരു ക്രീമി ടെക്സ്ചറിൽ വരണമല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിക്കാക്കി എടുക്കുക. അപ്പം ഓവറായിട്ട് തിക്കായി പോകരുത്. അപ്പോൾ ചൂട് തണിയുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടായി പോവും. അങ്ങനെ ആവരുത്. ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു രൂപത്തിൽ ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ട് വരണം കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതാ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 3.5 മുതൽ 4 ടേബിൾ സ്പൂൺ അളവിൽ വരെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ സ്ഥലത്തേക്കും ആ ഒരു ചീസായിന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാരക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. അത് കപ്പിലായാലും ഗ്ലാസ്സിലായാലും ഒക്കെ തന്നെ 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പഞ്ചസാര ഒന്നിങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് തിളച്ചിട്ട് അത് തിക്കായി പോവരുത്. ഒറ്റനൂൽ പരുവെന്നൊക്കെ പറയില്ല, അതൊന്നും ആയി പോവരുത്. അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് 1 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുനാഫൻ്റെ ഡോ ഉണ്ടല്ലോ, അതിലേക്ക് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ബട്ടർ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അത് അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ മെൽറ്റ് ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ബട്ടർ മെൽറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും നമുക്ക് ആ ഒരു ബട്ടർ കുനാഫൻ്റെ ഡോയിൽ മൊത്തമായിട്ട് ആ ഒരു ബട്ടർ നന്നായിട്ട് തന്നെ ഉണ്ടാവണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാനിലാണോ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാൻ വെച്ച് കൊടുക്കുക. ആ പാനിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷോ അല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് ബട്ടർ ആക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തടവി കൊടുത്താലും മതി. നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്, കാരണം അടിഭാഗം പിടിച്ചു പോവും. അങ്ങനെ ആയി പോകരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ഡോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഡോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അടിഭാഗം നല്ല രീതിക്കൊന്ന് ഫില്ലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് ഭാഗം അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക കേട്ടോ. സൈഡ് ഭാഗം കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിലുണ്ടല്ലോ, അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പോ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടിഭാഗം ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഇങ്ങനെ പൊങ്ങി ഈ ഒരു രീതിയിൽ സൈഡ്സൊക്കെ ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അതിൻ്റെ താഴ്ഭാഗം നല്ല രീതിക്ക് ഒരു പ്ലേറ്റോ അടപ്പോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ക്രീമും അതുപോലെ തന്നെ ചീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. സൈഡ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ചീസും ക്രീമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മൊസറല്ല ചീസ് കുറച്ചധികം തന്നെ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്രീം ഉണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് അങ്ങ് തിക്കായി പോവരുത്. നമ്മൾ ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്തത്. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പം അതിനേക്കാളും ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ചോണായി പോകട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കാനൊന്നും പറ്റില്ല, ഭയങ്കരമായിട്ട് അങ്ങോട്ട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നമുക്ക് ഓവറായിട്ട് ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിടുന്ന സമയത്ത് ഇതൊന്നായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്നായിട്ട് പൊട്ടി ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ ഡോ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി നമ്മൾ മുകളിലത്തെ ഭാഗം ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് പ്ലേറ്റ് ഒന്നും വെച്ച് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പതുക്കെ ഇതുപോലെ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഒന്ന് താഴത്തെ ലെയറും മുകളിലത്തെ ലെയറും ഒന്ന് സെറ്റാകുന്ന രീതിയിൽ സൈഡ്സ് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല നൈസായിട്ടൊന്നിങ്ങനെ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ സെറ്റാക്കി എടുക്കേ പാടുള്ളൂ. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രീം സൈഡിൽ കൂടെ ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നേരെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ നന്നായിട്ട് തന്നെ സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. മുകൾ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ മുരിഞ്ഞ രീതിയിൽ വരും. ആ ഒരു സമയത്താണ് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് റെഡി ആവട്ടെ. ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നേരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മറ്റേ ഭാഗം കൂടെ ഒന്ന് ഈ ഒരു കളറിൽ റെഡി ആയിട്ട് കിട്ടണം. അപ്പം ആ ഒരു സമയം വരെ ഒരു 2-3 മിനിറ്റും കൂടെ നമ്മളിതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ജസ്റ്റ് ഒന്ന് പാളിപ്പോയ കേസ് പറഞ്ഞില്ലേ, ഇതുപോലെ ഇങ്ങനെ ഞാൻ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്ന സമയം സൈഡ് അങ്ങോട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആയിപ്പോയിട്ടോ, നേരാക്കാനും പറ്റുന്നില്ല. പിന്നെന്താണ് ഇത് വീഡിയോ ഇടണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി, ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. കാരണം നല്ല റെഡി ആയിട്ട് വന്ന സമയത്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതുപോലെ അങ്ങോട്ട് മറിഞ്ഞ് പൊട്ടിപ്പോയ സമയത്തെ, അതും ഫസ്റ്റ് നമ്മൾ ഒന്ന് മറിച്ചിട്ടില്ലേ അതുപോലെ ചെയ്യണമായിരുന്നത്. എന്താണ്, ഒരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം അതിനും തിരിച്ചിടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനത് നേരെ പ്ലേറ്റിലേക്ക് മാറ്റിയ സമയത്താണിത് പൊട്ടിപ്പോയത് കേട്ടോ. അപ്പം ആരെങ്കിലും റെഡിയാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാതിരിക്കുക. പിന്നെന്താണ്, ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ ഏതായാലും വേണ്ടില്ല, വീഡിയോ ഇട്ടില്ലെങ്കിലും കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഫുള്ള് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിസ്തയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിസ്തയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ 18 പണിയും ഞാൻ നോക്കി ഇത് എങ്ങനെയൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല ക്രീമി ടെക്സ്ചറിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും നമുക്കത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഏതായാലും വേണ്ടില്ല, ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിൽ
കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നോക്കണം. അപ്പോൾ നമ്മളിതാ പൊക്കിയെടുക്കുന്ന സമയത്ത് തന്നെ അടിയിൽ മൊസറല്ല ചീസും നമ്മുടെ ക്രീം ചീസും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ട് തന്നെ വലിഞ്ഞ് സെറ്റായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് വെറുതെ തള്ളി മറിക്കല്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണം എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ തന്നെയാണ്. നല്ല ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇത് മറിച്ചിടുകയും തിരിച്ചിടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. അപ്പോൾ ദാ ഇതിൻ്റെ ഒരു ക്രീമും ആ ഒരു കുനാഫിൻ്റെ ഡോ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ബട്ടറിൽ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് നല്ല ക്രിസ്പായിട്ടുണ്ട് മുകൾ ഭാഗം. ഇനി ഇതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വിചാരിച്ചിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം. അല്ലാതെ ഇത് പൊട്ടിപ്പോയത് കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചൊരു സംഭവമാണിത്. അപ്പോൾ ചിലവരത് റെഡിയാവും, ചിലവരത് റെഡിയാവില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇൻഷാ അല്ലാഹ്